മൻ റളിയ ബില്ലാഹി റബ്ബാ, അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെട്ടാൽ ഈമാനിൻ്റെ രസം കിട്ടും. സഹീഹുൽ ബുഖാരിയിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു ബാബു ഹലാവത്തുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈമാൻ്റെ മധുരത്തെക്കുറിച്ച് പറയുന്ന പാഠം. ഈമാൻ വലിയ മധുരമുള്ളതാണ്. 3 അടിസ്ഥാനം മനസ്സിലാക്കണം, എന്നാലേ മധുരം കിട്ടുള്ളൂ. ഒന്ന്, അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടണം. രണ്ടാമത്തേത്, വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായിട്ട് ഇഷ്ടപ്പെടണം. ഇസ്ലാമിനെ ദീനായിട്ട് അംഗീകരിച്ചാൽ പോരാ, ഇഷ്ടപ്പെടണം, എന്നാലേ രസം കിട്ടുള്ളൂ. അംഗീകരിക്കൽ വേറെയും ഇഷ്ടപ്പെടൽ വേറെയും. നല്ല മഫ്തട്ടിട്ട് കുട്ടി സ്കൂൾക്ക് പോവുകയാണ്. അപ്പം അടുത്തുള്ള കുട്ടിനോട് പറഞ്ഞു, എന്താ ഇപ്പം കാട്ടുക, എൻ്റെ വാപ്പി എമ്പിയൊക്കെ ഭയങ്കര റിലീജിയസ് ആണ്, ഓലെ ഇങ്ങനെ അല്ലാതെ പോരാൻ അനുവദിക്കൂല. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല, അമ്മാക്കും വാപ്പാക്കും ആണ് എന്ന് ചിന്തിച്ചാൽ ഈമാനിന് ഒരു രസവും ഉണ്ടാവില്ല. മനസ്സിലായില്ലല്ലോ നിങ്ങൾക്ക്? 5 സെൻറ്റ് സ്ഥലമുണ്ട്, ജില്ലാ ബാങ്കിൽ നിന്ന് ലോണ് കിട്ടാനും ഉണ്ട്, എന്താ ഇപ്പം കാട്ട, മുസ്ലിമായി പോയില്ലേ എന്ന് വിചാരിച്ചാൽ ഈമാനിന് ഒരു രസം ഉണ്ടാവില്ല. കുറച്ചീച്ച മനസ്സിലായി തോന്നുന്നുണ്ട്, എന്നാലും കൊണ്ട് മുഴുവനായിട്ടില്ല. തന്നെ സംഗതി. കഫ്റ്റീരിയ തുടങ്ങാണ്ട് പലിശക്ക് പൈസ കിട്ടാനും ഉണ്ട്, എന്താ ഇപ്പം നമ്മൾ കാട്ടുക? എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ അല്ലേ, എന്നാലും വേണ്ട, എന്താ ഇപ്പം കാട്ടുക? തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് മുസ്ലിമായതാണോ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈമാൻ്റെ രസം കിട്ടണമെങ്കിൽ ഇഷ്ടപ്പെട്ട് മുസ്ലിമായതായിരിക്കണം, കഷ്ടപ്പെട്ട് മുസ്ലിമായതായത്. ആദി മുസ്ലിമും ഉണ്ട്, ഓതി മുസ്ലിമും ഉണ്ട്. ആദിമൂല്യരും ഉണ്ട്, ഓതിമൂല്യരും ഉണ്ട്. ആദിമൂല്യര് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അവൻ്റെ ആപ്പ മൂല്യരായിരുന്നു, അപ്പോൾ ഓനും മൂല്യരാണ്, ഓതാൻ പോയിട്ടൊന്നുമില്ല, ആണ് ആദിമൂല്യർ. വാപ്പ മുക്രിയായിരുന്നു, അപ്പോൾ വാപ്പ മരിച്ചപ്പോൾ ഓൻ മുക്രിയായി. വാപ്പ ഖത്തീബായിരുന്നു, അപ്പോൾ വാപ്പ മരിച്ചപ്പോൾ ഖത്തീബായി. തന്നെ വാപ്പ മൂല്യരായിരുന്നു, അതുകൊണ്ട് വാപ്പ മരിച്ചപ്പോൾ വാപ്പ വൈദ്യരായിരുന്നു. വാപ്പ മരിക്കോളം ഒരു കൊമ്പൻ ജാതി പോലും ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. വാപ്പ മരിച്ചപ്പോൾ എല്ലാവരും അവൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ കൊമ്പൻ ജാതിയും ഗോരാജനാദിയും എഴുതാൻ തുടങ്ങി. അങ്ങനെ വൈദ്യരായി. ഇതാണ് ആദി വൈദ്യർ. ഓതി വൈദ്യർ എന്ന് പറഞ്ഞാൽ നല്ലോണം പഠിച്ചിട്ടായതാണ്. ഇതേമാതിരി ആദി മുസ്ലിമും ഉണ്ട്, ഓതി മുസ്ലിമും ഉണ്ട്. നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ആദി മുസ്ലിമായി എന്നുള്ളതാണ്. ഓതി മുസ്ലിമാണ്. എന്താ ഓതി മുസ്ലിം എന്ന് പറഞ്ഞാൽ? ഇഷ്ടപ്പെട്ട് മുസ്ലിമാവണം. വാപ്പായതുകൊണ്ടാകരുത്, ഇമ്മ ആയതുകൊണ്ട് ഞാൻ അപ്പം അങ്ങനെ ആയിപ്പോയതാണെന്ന് ചിന്തിക്കരുത്. ഇഷ്ടപ്പെട്ട് മുസ്ലിമാകണം. തന്നെ പല കാര്യങ്ങളും എടുത്തു നോക്കുക, പല കാര്യങ്ങളും. നാളൊരു സ്ഥലത്ത് പിരിവിന് വന്നു ഒരു പെരേക്ക്. അപ്പോൾ ഒരു ആചാര്യണ്ട്, മുമ്പരിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ മരിയോള് ഇങ്ങനെ കുറേ 2 കയ്യിലും കുറേ കീസിൽ സാധനങ്ങളൊക്കെ വാങ്ങിയാണ്ട് ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി. എന്നിട്ട് 34 ഇങ്ങനെ ഉള്ളിൽ കയറി പോയപ്പോൾ ആചാര്യ പറഞ്ഞു, ഓള് റിലീജിയസ് ആണ് ആള്, ഓള് മാർക്കറ്റിലൊക്കെ ഒറ്റയ്ക്ക് പോയി വരും, വേണമെങ്കിൽ എയർപോർട്ടിലും പോകും എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, പോയിക്കോട്ടെ, യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഹയാ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ലജ്ജ എന്നാണ് പറയുക. അത് ഈമാനുമായി കണക്ട് ചെയ്തിട്ടാണ് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത്. അതണ്ട് പോയാൽ പിന്നെ മുസ്ലിമാണെന്ന് പറഞ്ഞതിലൊരർത്ഥമില്ല. വേറൊരു കാര്യം, ലജ്ജ വിശ്വാസത്തിൻ്റെ ഭാഗമായി പരിചയപ്പെടുത്തിയ ഏക മതം ഇലാഹിയായ മതമാണ്. വേറെ ഒരു മതവും ലജ്ജ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കി പറഞ്ഞിട്ടില്ല. ഇലാഹിയായ മതമാകുന്ന ഇസ്ലാം ദീൻ മാത്രമാണ് അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുള്ള മതം. അതുകൊണ്ട് ഈ ദീനിൽ വളരെ പ്രധാനപ്പെട്ടതാണത്. പോണ്ടാന്നോ പോണെന്നോ അല്ല ഞാൻ പറയണത്. പോകുന്നതിനും പരിധി വേണം, പോകാതിരിക്കുന്നതിനും പരിധി വേണം. ലജ്ജ നഷ്ടപ്പെടാൻ പാടില്ല. ആണിനും പാടില്ല, പെണ്ണിനും പാടില്ല. ലജ്ജ വളരെ പ്രധാനം.
മൂന്നാമത്തേത് വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയും റസൂലുമായി ഇഷ്ടപ്പെട്ടാലല്ലാതെ ഈമാൻ്റെ മാധുര്യം ലഭിക്കുകയില്ല. മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയും റസൂലുമായി അംഗീകരിച്ചാൽ പോരാ, ഇഷ്ടപ്പെടണം. അംഗീകരിക്കാൻ പലരും അംഗീകരിക്കുന്നുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടൽ വേറെയാണ്, അംഗീകരിക്കൽ വേറെയാണ്. എൻ്റെ നബി മുഹമ്മദ് നബി ആയതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഏത് നബി? ആ 12 പെണ്ണെട്ടിയ നബി തന്നെയാണ് എൻ്റെ നബി. എനിക്കതിലൊരു കുഴപ്പമില്ല. നാളൊക്കെ എന്നോടൊരാൾ പറഞ്ഞു, ചങ്ങരംകുളത്തുള്ള ഒരാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ 12 കല്യാണം ഇല്ലെങ്കിൽ നമുക്ക് ദീൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ ഒരു സുഖമായിരുന്നു. വേണ്ട, ആ സുഖം വേണ്ട, അംഗീകരിച്ചേ പറ്റൂ. അതാണ് ഇസ്ലാം ദീനിലെ താല്പര്യമെന്ന് പറഞ്ഞ. അതിനെന്തു വേണം? അതിന് മുഹമ്മദ് നബിയെ പഠിക്കണം, നബി തങ്ങളുടെ വിവാഹങ്ങൾ പഠിക്കണം. എല്ലാവർക്കും എന്താ 4, നബി തങ്ങൾക്ക് എന്തേ 9 സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ എല്ലാവർക്കും നമുക്ക് ചില കാര്യങ്ങളിൽ മാത്രം നബി തങ്ങളുടെ പ്രത്യേകത ഓർമ്മ ഉള്ളത്. പെണ്ണിട്ടിനോടുത്ത് എന്താ ഇപ്പം നബിക്ക് മാത്രം അങ്ങനെ ഒരു പ്രത്യേകത എന്നാണ്. അത് മാത്രമല്ല, ഞമ്മക്കെല്ലാവർക്കും തഹജ്ജുദ് നിസ്കാരം സുന്നത്തല്ലേ. നിസ്കരിച്ചിട്ടുണ്ടോയെന്നല്ല ചോദിച്ചത്, തലയും കൂടി ആട്ടണില്ല, അത് ഞാൻ ചോദിച്ചിട്ടില്ല. ഞമ്മക്കെല്ലാവർക്കും തഹജ്ജുദ് നിസ്കാരം സുന്നത്തല്ലേ? ആണ്. എന്നാൽ മുഹമ്മദ് നബിക്ക് നിർബന്ധമാണ്. ഈ നബി തങ്ങളുടെ പ്രത്യേകത പറയുമ്പോൾ നമുക്ക് ആകെ ഒരു കാര്യം ഓർമ്മ വരുള്ളൂ, എന്ത്? 9 പെണ്ണെട്ടിന്ന്. അത് മാത്രമല്ല പ്രത്യേകത, കുറേ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാണ്, ഒഴിവാക്കാൻ പാടില്ല. ഫർള് നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് നബി തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമായിട്ടുണ്ട്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. അന്ന് ഫർള് നിസ്കാരം നിർബന്ധമായിട്ടില്ല. ഇത് നുബുവത്തിൻ്റെ ആദ്യഘട്ടമാണ്. 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഫർള് നിസ്കാരം നിർബന്ധമാണത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിർബന്ധമാണ്, ഒഴിവാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കല്യാണം കഴിക്കാമെന്ന് മാത്രമല്ല, ഏതെങ്കിലും ഭാര്യമാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ത്വലാഖ് ചൊല്ലാൻ പാടില്ല. കെട്ടിയാൽ മാത്രം പോരാ, മരിക്കോളം കൊണ്ടുനടക്കണം. ഹഫ്സ ബീവിയുമായി നബി തങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ടായി. തലാഖ് ചൊല്ലാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ നസലൽ അമീൻ മലക്ക് ജിബ്രായീൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ എല്ലാവരും മാതിരിയല്ല, നിങ്ങൾക്ക് തലാഖ് എല്ലാം പാടില്ല, ഇനി മരിക്കോളം കൊണ്ടുനടക്കേ പറ്റുള്ളൂ പറഞ്ഞു. തലാഖ് ഇല്ല. അപ്പോൾ നമ്മൾ കെട്ടലിൻ്റെ പ്രത്യേകത മാത്രമേ കണ്ടുള്ളൂ, തലാഖ് എല്ലാം പാടില്ല. മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ നിന്ന് പരാജയം മണത്താൽ ആർക്കും പിരിഞ്ഞു പോരാം. യുദ്ധത്തിന് പോവുകയാണെന്ന് വിചാരിക്കുക, ജയിക്കൂലാന്ന് തോന്നിയാൽ പിന്നാക്കം പോരാം. പക്ഷേ നബി തങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് പിറകിലേക്ക് പോകാൻ പാടില്ല, മുന്നിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. എല്ലാവരും തോന്നിയാൽ നിൽക്കൽ നിർബന്ധമില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം യുദ്ധത്തിൽ പരാജയമാണെന്ന് തോന്നിയാലും പിന്തിരിഞ്ഞു പോകാൻ പാടില്ല. അത് നബി തങ്ങളുടെ പ്രത്യേകതയാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ മരിച്ചാലേ നമ്മളെ മുതൽ മക്കൾക്ക് ഒരിച്ചെടുക്കാം. മുഹമ്മദ് നബിയുടെ സ്വത്തിൽ അനന്തരമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നഹ്നു മാശിറൽ അംബിയാ ഇലാ നൂറസും ഹബീബുനാ റസൂലുള്ളാഹി. ഞങ്ങൾ അംബിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരമില്ലാത്തവരാകുന്നു എന്ന് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രത്യേകത പഠിക്കുമ്പോൾ എല്ലാം പഠിച്ചാൽ മതി, എന്നൊരു കുഴപ്പമുണ്ടാവില്ല. മുതൽ വരെ മക്കൾക്ക് ഒരേക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ അപ്പം ആ നബി നമ്മുടെ നബി ആയതിൽ തന്നെ നമുക്ക് സന്തോഷമുണ്ടായിരിക്കണം, അപ്പോഴേ പറ്റുള്ളൂ. ഈമാൻ്റെ രസം ഉണ്ടാവും. ഈ 3 ഇല്ലെങ്കിൽ ഈമാൻ്റെ രസം നഷ്ടപ്പെടും.
അതുകൊണ്ട് ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കലും അറിയലും ജീവിതത്തിൻ്റെ ഭാഗമാക്കലുമാണ് ഈമാൻ്റെ മാധുര്യം. അതുള്ളവർക്കാണ് ഈ ദീനിൽ നിൽക്കാൻ കഴിയുക. അല്ലാത്തവർ എന്തെങ്കിലുമൊക്കെ വാദങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോഴത്തിന് അത് ശരി തന്നെയാണെന്ന് തോന്നും. അതിപ്പോൾ എന്തേ പിന്നെ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നാവല്ലേ, ഇതായിരുന്നു ശരി എന്ന് തോന്നും. ഞമ്മക്ക് ശരി തോന്നുന്ന ശരി പറയാൻ വേണ്ടി വന്നതല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി പറഞ്ഞ ശരിയെ അംഗീകരിക്കാൻ വേണ്ടി വന്നവരാണ് നമ്മളെ ശരി പറയാൻ വേണ്ടി വന്നതല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിച്ചിട്ടുള്ള ആളാണ്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുള്ളത്. അള്ളാൻ്റെ ദുനിയാവിൽ ആകെ ഒരു വിഷയം മാത്രമേ പഠിക്കാനുള്ളൂ, മുഹമ്മദ് നബിയാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചാൽ തീരാത്തതും അതാണ്, ബാക്കിയൊക്കെ പഠിച്ചാൽ തീരും. എല്ലാ പ്രധാനപ്പെട്ട ആളുകളുടെയും കുട്ടിക്കാലം പഠിക്കപ്പെട്ടിട്ടുണ്ട്, ചെറിയ പ്രായം. എന്നാൽ റബീഉൽ അവ്വൽ 12-ന് കുട്ടികൾ പറയുന്ന വയത് വരെ ഇൻ്റർനാഷണൽ വിഷയങ്ങളാണ്. കുട്ടിക്കാലം പഠിപ്പിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം 6-ാമത്തെ വയസ്സിൽ ജനിക്കണതിന് മുമ്പ് വാപ്പ മരിച്ചു, 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു. പിന്നീട് ആകെ സംരക്ഷിക്കാനുണ്ടായിരുന്ന അബൂ താലിബ് മരണപ്പെട്ടു, ഖദീജ ബീവി മരണപ്പെട്ടു. ആദ്യം ത്വായിഫിലേക്കും ജന്മനാട് ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്കും ഹിജറ പോയി. അങ്ങനെയൊക്കെ ആയാലും അല്ലാഹു തആല ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്തത് ആർക്ക് തന്നെയാണ്? മുഹമ്മദ് നബിക്കാണ്. അപ്പോൾ വാപ്പ ഉണ്ടാവലല്ല റഹ്മത്ത്, ഇമ്മ ഉണ്ടാവലല്ല റഹ്മത്ത്, ജന്മനാട്ടിൽ നിൽക്കാൻ കഴിയലല്ല റഹ്മത്ത് എന്ന് മനസ്സിലായില്ലേ? ആണെങ്കിൽ നബി തങ്ങൾക്ക് വേണ്ടേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്ത ആൾ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഒന്നുമില്ലേനു, സ്വത്തില്ല, മുതലില്ല, ആരുമില്ല. എന്താ പിന്നെ അങ്ങനെയായി? അതിനും കാരണമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അത് പിന്നെ ഓൻ്റെ വാപ്പാക്ക് വേണ്ടി പറഞ്ഞത് ഇക്കാരം എന്ന് തോന്നാവുന്ന ഒരു കാര്യമില്ല, കാരണം വാപ്പല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് ഉമ്മാക്ക് വേണ്ടി പറഞ്ഞത് ഇക്കാരം എന്ന് തോന്നൂല, പിന്നെ ജ്യേഷ്ഠന് വേണ്ടി പറഞ്ഞത് ഇക്കാരം എന്ന് തോന്നൂല. കാരണം ജ്യേഷ്ഠന്മാരില്ല, അഞ്ചന്മാരില്ല, ആരുമില്ല. ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് നബി തങ്ങളുടെ മടിയിൽ കിടന്നാണ് 6-ാമത്തെ വയസ്സിൽ. അപ്പോൾ ആമിന ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വർത്താനുണ്ട്, ഞാൻ മരിച്ചാൽ എന്താ, ആകാശഭൂമികളിൽ ഏറ്റവും വലിയ ഒരാൾക്ക് ജന്മം നൽകിയതിന് ശേഷമാണല്ലോ ഞാൻ മരിക്കുന്നത്. ലോകത്തെ ഏറ്റവും സന്തോഷവതിയായ ഗർഭിണി ആമിന ബീവി റളിയല്ലാഹു അൻഹ ആയിരുന്നു എന്നാണ്. ലോകത്തെ ഏറ്റവും സന്തോഷമുണ്ടായിരുന്ന വീട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടായിരുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആയിരുന്നു. നബിതങ്ങളുമായി ബന്ധപ്പെടുന്നതിനാണ് വിജയം, അല്ലാത്തതൊക്കെ പരാജയം. ഇത് സ്വഹാബത്തിന് ശരിക്കും മനസ്സിലായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അതിനനുസരിച്ചായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. യുദ്ധം കൊടിമ്പിരി കൊണ്ടിരിക്കുകയാണ്, യുദ്ധക്കളത്തിൽ ഇങ്ങനെ പൊടി പാറിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യുദ്ധം ചെയ്യുന്നുണ്ട്, പലരും വാളുകൾ എടുക്കുന്നുണ്ട്, വെട്ടുന്നുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാറക്കല്ലിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഖത്താദ റളിയല്ലാഹു അൻഹുവിന് തോന്നി, ദൂരെ നിന്ന് അമ്പെയ്ത്തിൽ കഴിവുള്ള ആരെങ്കിലും നബി തങ്ങളെ നേരക്ക് അമ്പെയ്താൽ അത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശരീരത്തിൽ കൊണ്ടാൽ പിന്നെ എന്തിനാണ് ഖത്താദ ജീവിച്ചിരിക്കുന്നത് എന്ന് തോന്നി. ഖത്താദ റളിയല്ലാഹു അൻഹു പെണ്ണെട്ടിയിട്ട് പുതുക്കപ്പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന അന്ന് ഒരുമിച്ച് റൂമിൽ അവർ കൂടിയിട്ടില്ല. അതിൻ്റെ മുന്നേ
പള്ളിയിൽ നിന്ന് യുദ്ധത്തിന് വേണ്ടിയുള്ള വിളി കേട്ടപ്പോൾ വാളെടുത്ത് ഉറയെ തൂക്കിങ്ങാണ്ട് ഭാര്യനോട് അസ്സലാമു അലൈക്കും, പള്ളിയിൽ നിന്ന് യുദ്ധത്തിന് പോകാൻ വേണ്ടി വിളിക്കുന്നുണ്ട്, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞാണ്ട് പോയതാണ്. അങ്ങനെ യുദ്ധം നടന്നു. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. അമ്പെയ്ത്തായിരുന്നു പ്രധാനമായി ഉണ്ടായിരുന്നത്. ദൂരെ നിന്ന് അമ്പെയ്ത്തിൽ കഴിവുള്ള ഒരാൾ നബി തങ്ങൾക്ക് നേരെ അമ്പെയ്തിട്ട് അത് മുസ്തഫായ നബി തങ്ങളുടെ ശരീരത്തിൽ കൊണ്ടാൽ എന്തിനാണ് ഖത്താദ ജീവിച്ചിരിക്കുന്നത് എന്ന് തോന്നിയ സയ്യിദുനാ ഖത്താദ റളിയല്ലാഹു അൻഹു ഒരു കാര്യം ചെയ്തു. നബി തങ്ങൾ ഇങ്ങനെ ഒരു ഉയരത്ത് പാറക്കല്ലും ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ മുന്നിൽ ചെന്നിട്ട് മറയായിട്ട് അവിടെ നിന്നു. കൊള്ളാണെങ്കിൽ എനിക്ക് കൊണ്ടോട്ടെ എഴുതിയിട്ട് അങ്ങ് നിന്നു. ദൂരെ നിന്ന് ഉന്നമുള്ള ഒരാൾ അമ്പെയ്തു നബി തങ്ങളുടെ നേരെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖത്താദയുടെ ശരീരത്തിലാണത് കൊണ്ടത് കണ്ണിലായിരുന്നു. നബിൻ്റെ മുന്നിൽ ഇങ്ങനെ ഖത്താദ നിൽക്കുകയാണ്. കണ്ണിങ്ങനെ വന്നത് കൊണ്ടു. അമ്പ് ഇങ്ങോട്ട് പറിച്ചെടുത്തപ്പോൾ അതിൻ്റെ ഒപ്പം കണ്ണുകൊണ്ട് പോന്നു. ആ കണ്ണെങ്ങനെയാണ് കയ്യെ പിടിച്ചിട്ട് നബിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ പുതിയ പെണ്ണെട്ടിയതാണ്, എങ്ങനെയപ്പോൾ ഞാൻ കണ്ണില്ലാതെ എൻ്റെ പെരേക്ക് പോവുക, എനിക്ക് എൻ്റെ കണ്ണിന് വേണമെന്ന് പറഞ്ഞു. ഓലെ ആവശ്യമുള്ളതൊക്കെ നബിനോട് ചോദിച്ചു വാങ്ങിയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗാവകാശികൾക്ക് 120 അടയാളുണ്ട് എന്ന് പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതിലേതെങ്കിലും അടയാളം എൻ്റെ അടുത്തുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ആ 120 നിങ്ങൾക്ക് ഉണ്ട് പറഞ്ഞു. സ്വർഗത്തെ പറ്റി മുസ്തഫ നബി തങ്ങൾ വയല് പറയാണ്, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. സ്വർഗത്തിന് 8 വാതിലുണ്ട് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തേക്കാണ്. മൂപ്പര് വാതിലിൻ്റെ കൂടെ തലയിട്ടിട്ട് ചോദിച്ചു, ഈ 8 വാതിലും കൂടി ആർക്കെങ്കിലും തുറക്കുമോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ആ തുറക്കുമെന്ന് പറഞ്ഞു. ആർക്കാ ചോദിച്ചു? അത് നിങ്ങൾക്ക് തന്നെയാണ് പറഞ്ഞു. ഓരോൽക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. ഞമ്മക്കാണ് ഇപ്പോൾ അതിൽ മടിയുള്ളത്. ഞമ്മക്കിപ്പോൾ അങ്ങനെയിട്ടൊക്കെയാണ് ചോദിക്കാൻ പറ്റുമോ? അത് ശിർക്കാവൂലേ എന്ന് തോന്നുകയാണ്. ഇർതകബ്തു അലൽ ഖതാ غير حصر وعدد لك أشكو فيا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓരോൽക്ക് വേണ്ടതൊക്കെ ചോദിച്ചു വാങ്ങലായിരുന്നു പതിവ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ മുമ്പന്തിയിലാണ്. സ്വർഗത്തിന് 8 വാതിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പം 70,000 ആളുകൾ ഷഫാഅത്തില്ലാതെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 70,000 ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞു. അപ്പോൾ സദസ്സെന്ന് ഒരു സഹാബി എഴുന്നേരോട് ചോദിച്ചു, അതിലൊന്ന് ഇന്നാക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആ നിങ്ങൾ തന്നെയാണ് പറഞ്ഞു. ഓരോൽക്ക് വേണ്ടൊക്കെ ചോദിച്ചു വാങ്ങിയെന്ന്. നമുക്ക് വലിയ മടിയാണ് ചോദിക്കാൻ, അത്രയേ ഉള്ളൂ. നമുക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അള്ളി റസൂൽ ഒന്നാവൂലേ? ആവൂലേ. അള്ളാഹു തന്നെ അള്ളാഹുവിൻ്റെ 2 പേര് മുഹമ്മദ് നബിനെ വിളിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഞാൻ പറഞ്ഞു? നമുക്കിങ്ങനെ തോന്നുന്നത് അങ്ങനെയിട്ടോട് പറഞ്ഞാൽ അള്ളി റസൂൽ ഒന്നാവൂലേ, അത് ശിർക്കാവൂലേ? അള്ളാഹു തന്നെ അള്ളാഹുവിൻ്റെ 2 പേര്, അസ്മാഉൽ ഹുസ്നയിലെ 2 പേര് മുഹമ്മദ് നബിനെ വിളിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ ഉണ്ട്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം. റഊഫ് അള്ളാഹുവിൻ്റെ പേരാണ്, റഹീം അള്ളാഹുവിൻ്റെ പേരാണ്. അബ്ദുർ റഊഫ്, അബ്ദുർ റഹീം. റഊഫ്, റഹീം രണ്ടും അള്ളാഹിൻ്റെ പേരാണ്. ആ 2 പേര് അള്ളന്നെ മുഹമ്മദ് നബിനെ വിളിച്ചു ഈ ആയത്തിൽ. ഈ ആയത്ത് ഹജ്ജത്തുൽ വദാഇൻ്റെ ശേഷം ഇറങ്ങിയ ആയത്താണ്. ദീന് പൂർത്തിയായി എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഇറങ്ങിയ ആയത്താണ് ഈ ആയത്ത്. ആ ആയത്തിൽ അള്ളാഹു അവൻ്റെ 2 പേര് മുഹമ്മദ് നബിയെ വിളിച്ചിരിക്കുന്നു. ഒന്ന് റഊഫ്, മറ്റൊന്ന് റഹീം. തന്നെ ഏറൂല അങ്ങനെ എന്നാണ് പറഞ്ഞു.
അതായത് കമാലിയത്തിൻ്റെ എന്തെല്ലാം ഔസാഫുകളുണ്ടോ അത് മുഴുവൻ മുഹമ്മദ് നബിക്ക് ചേരും സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പൂർണമാവാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതൊക്കെ നബി തങ്ങൾക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാലഗൽ മുദ്ദഹു ഫി ഔസാഫിഹി ഫമ ബാലഗ് ബാലിഗും മിശറമാഉ തിബിമാ ഫിൽ ബാലിബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് ഈ ദീനിൻ്റെ അടിസ്ഥാനം. അതുണ്ടെങ്കിൽ ഈ ദീനിൽ നിൽക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ഇതിലെ ഓരോ കാര്യങ്ങളും സംശയമായിട്ട് ഇങ്ങനെ വരും, ഓരോന്നും സംശയമായിട്ട് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സത്യമാണ്, നബി തങ്ങൾ പറഞ്ഞത് മാത്രമാകുന്നു സത്യം. മുമ്പൊരിക്കൽ ഒരു മലയാള പ്രസിദ്ധീകരണത്തിൽ ഒരു ചോദ്യോത്തരം വന്നിരുന്നു. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, പല്ലിയെ കൊല്ലണമെന്ന് നബി തങ്ങൾ പറഞ്ഞതായി പറഞ്ഞു കേൾക്കുന്നു, അത് ശരിയാണോ എന്നാണ് ചോദ്യം. അല്ലെങ്കിൽ അർത്ഥത്തിലുള്ളൊരു ചോദ്യം, വാക്ക് വ്യത്യാസം ഉണ്ടാവും. പല്ലിയെ കൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ, അതാണ് ചോദ്യം. മറുപടി, പല്ലിയെ കൊല്ലണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് സ്വഹീഹായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവിക കാഴ്ചപ്പാടുകൾക്ക് അത് നിരക്കുന്നതാണെന്ന് തോന്നുന്നില്ല. എവിടെത്തി? ഗേറ്റിംഗ് അല്ല, നടു റോട്ടിലെത്തിയ ആള്. മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെയും പിടിച്ചു നിൽക്കാം. അല്ലെങ്കിൽ സ്വഹീഹായ പരമ്പരയുടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നാലും കുറച്ചൊക്കെ പിടിച്ചിക്കാം. ഇത് അതൊന്നല്ല പറഞ്ഞത്, മലയാളത്തിലെ ഒരു പ്രസിദ്ധീകരണത്തിൽ വന്നതാണ്. എന്താ വിഷയം എന്നറിയാം നിങ്ങൾ? റബീഉൽ അവ്വൽ ആയാ തുടങ്ങും മുഹമ്മദ് നബി സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള ബേജാറ്. ഈ പ്രശ്നത്തിൻ്റെ ഒക്കെ ഈ ചിന്തകളുടെ ഒക്കെ അടിസ്ഥാനം അതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള താല്പര്യക്കുറവ്, അതെത്രത്തോളം താല്പര്യമുണ്ടോ അത്ര ആൾ സജീവാണ്. നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് പ്രതീക്ഷയുള്ള വലിയൊരു വർത്താനം ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ നബിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ മത്ത സാഅത്തു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ എന്നപ്പോൾ ഈ ഖിയാമത്ത് നാൾ എന്ന് ചോദിച്ചു. ഖിയാമത്ത് നാളിൻ്റെ ഡേറ്റ് എന്നാണ്? മത്ത സാഅത്തു യാ റസൂലല്ലാഹ്. നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, ഒമാ അഹദത്തലഹ, ഖിയാമത്തിൻ്റെ ഡേറ്റ് എന്നായിക്കോട്ടെ, ഖിയാമത്തിന് വേണ്ടി നിൻ്റെ അടുക്കൽ എന്താണ് ഒരുക്കമുള്ളത് എന്ന് ചോദിച്ചു. കൊണ്ടുപോകാൻ എന്താ റെഡി ഉള്ളതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞ, അള്ളാഹിൻ്റെ റസൂലേ എൻ്റെ അടുത്ത് ഒന്നുമില്ല, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള ഇഷ്ടമാണുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അന്ത മാമൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമായിരിക്കുന്നതാണ്. നീ സ്വർഗത്തിലായിരിക്കുന്നല്ല പറഞ്ഞത്, പിന്നെ നിനക്കാരെയാണോ ഇഷ്ടം അവരോടൊപ്പമായിരിക്കും. മുഹമ്മദ് നബിനെയാണ് ഇഷ്ടമെങ്കിൽ സ്വർഗത്തിലാകുന്നല്ല പറഞ്ഞത്, ജന്നാത്തുൽ ഫിർദൗസിലാകുന്ന അതിൻ്റെ അർത്ഥം. അവിടെയാണ് മുഹമ്മദ് നബി ഉള്ളത്. സ്വർഗത്തിന് 100 ദറജകളുണ്ട്, അതിലെ 100ാമത്തെ ദറജയാണ് ഫിർദൗസ്. അവിടെയാണ് മുഹമ്മദ് നബി ഉണ്ടാകുക. മുഹമ്മദ് നബിനെ ഇഷ്ടപ്പെട്ടാൽ അവിടെ ഉണ്ടാവുന്നതാണ് അന്ത മാമൻ അഹ്ബബ്ത എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ആകെ പ്രതീക്ഷയുള്ളത് അതാണ്. അല്ലാതെ നമ്മൾ നിസ്കരിച്ചിട്ട് എടുക്കത്താനാ? കാലിൽ നീര് വന്ന് വീർക്കുന്നത് വരെ നിസ്കരിച്ച മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിന് ഞാൻ എതിര് ചെയ്തു പോയി എന്നാണ് ബഹുമാനപ്പെട്ട അബൂ സഈദുൽ ബൂസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചില്ല എന്നല്ല പറഞ്ഞത്.
എനിക്ക് താജുസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്നല്ല ബൂസുരി ഇമാമ പറഞ്ഞത്. അത് കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ല, മൂപ്പര് നിസ്കരിക്കുന്ന ആൾ തന്നെയാണ്, അതൊരു വർത്താനം. പക്ഷെ മൂപ്പർക്കുള്ള സങ്കടം അതിലല്ല. പിന്നെ കാലിൽ നീര് വന്ന് വീർക്കുന്നതുവരെ നിസ്കരിച്ച നബി തങ്ങളുടെ കാലിന് ഞാൻ എതിരായില്ലേ? കാരണം എൻ്റെ കാലം അങ്ങനെ ആയിട്ടില്ലല്ലോ. ഞാൻ നിസ്കരിച്ചിട്ട് എൻ്റെ കാല് നീര് വന്ന് വീർത്ത് പൊട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് കാല് നീര് വന്ന് വീർത്തുന്നത് വരെ നിസ്കരിച്ച നബി തങ്ങളുടെ കാലിന് ഞാൻ എതിരായില്ലേ എന്ന സങ്കടം പറഞ്ഞ ആളാണ് അബൂ സഈദിനിൽ ബുസൂരി റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവൻ. ഓർക്കൊക്കെ നബിനോട് അത്രയും. അപ്പോൾ ഖത്താദ റളിയല്ലാഹു അൻഹു ആ കണ്ണിനെടുത്തുങ്ങാണ്ട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്കെൻ്റെ കണ്ണുവാണല്ലോ, ഞാൻ പുതിയ പെണ്ണെട്ടിയതാണ്, എങ്ങനെ ഞാൻ കണ്ണില്ലാതെ എൻ്റെ പെരേക്ക് പോവുക എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഖത്താദ, നിനക്ക് ഈ ഒരു കണ്ണിന് പകരമായി നാളെ സ്വർഗത്തിൽ വെച്ച് 2 കണ്ണ് തന്നാൽ പോരയോ ഖത്താദ എന്ന് പറഞ്ഞു. ഖത്താദ റളിയല്ലാഹു അൻഹു ബുദ്ധിക്ക് കളിച്ചു. മൂപ്പര് പറഞ്ഞു, പറ്റൂല, എനിക്കത് പറ്റൂല, എനിക്ക് ഇവിടുന്ന് ഈ കണ്ണിന് തരണം, പിന്നെ 2 കണ്ണിതിന് പകരം സ്വർഗത്തിൽ നിങ്ങൾ തരാമെന്ന് പറഞ്ഞില്ലേ, അത് ക്യാൻസൽ ചെയ്യാനും പറ്റൂല എന്ന് പറഞ്ഞു. അതാണ് ബുദ്ധി കഴിച്ചു പറഞ്ഞേ. അങ്ങനെ ചില ആൾക്കാർ അങ്ങനെ കളിച്ച അതാ കളി. നിങ്ങൾ ആ തരാന്ന് പറഞ്ഞ 2 ഉണ്ടല്ലോ സ്വർഗത്തിൽ, അതെന്തായാലും വേണം, പക്ഷെ ഇവിടുന്ന് ഇതും വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്തുങ്ങാണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുങ്ങാണ്ട് ആ കുയ്യിലാണ് വെച്ചിട്ട് സർഫാക്കപ്പെട്ട് ഉമ്മിനീരെടുത്ത് ലേശം തേച്ചു കൊടുത്തു. ഖത്താദ പറയുന്നു റളിയല്ലാഹു അൻഹു, എനിക്ക് ആ കണ്ണിന് പിന്നെ ചെങ്കണ്ണ് പോലും ബാധിച്ചിട്ടില്ല. കൊയ്ഞ്ഞാടി കണ്ണിനെ പിന്നെ ചെങ്കണ്ണും കൂടി ഉണ്ടായിട്ടില്ലെന്ന് സയ്യിദുനാ ഖത്താദ റളിയല്ലാഹു അൻഹു. ചില ആൾക്കാർ ലൈഫ് തരി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാലേ അതിനെവിടെങ്കിലും വല്ല ലൂഫുണ്ടോ എന്ന് തിരഞ്ഞെടുക്കുക. അതായത് 2 കൂട്ടക്കാരാണ് ദീനിലുള്ളത്. ചിലർ അന്വേഷകർ, വേറെ ചിലർ ആസ്വാദകർ. ചില ആൾക്കാർ അന്വേഷിക്കും, മരിക്കോളം റബീഉൽ അവ്വൽ 12-ന് മൗലൂദ് ഓതാൻ പറ്റുമോ, ഘോഷയാത്ര നടത്താൻ പറ്റുമോ, പായസം കൊടുക്കാൻ പറ്റുമോ, മരിക്കോളം അന്വേഷിക്കും. തീരുമാനമായിട്ട് പായസം കുടിക്കാൻ നേരം ഉണ്ടാവില്ല. വേറെ ചില ആൾക്കാരുണ്ട്, റബീഉൽ അവ്വൽ 12 ആയാൽ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കും. പാടിക്കോളി എന്നറിയും, അതിലങ്ങോട്ട് പാടും. അപ്പോൾ കീശയിൽ കായുള്ള ചില മദീനക്കാർക്ക് തോന്നും എടുത്തുകാണ്ട് കവറിലിട്ട് കൊടുത്താലോ എന്ന്. അപ്പോൾ എടുത്തുകാണ്ട് കവറിലിട്ടാണ് കൊടുക്കുക. അതന്നെ ഓരോരുത്തർക്ക് ഓരോ ഇതാണ് ആസ്വാദകർ. വേറെ ചിലർ അന്വേഷകർ. അന്വേഷിച്ച് നടന്നാലും മരിക്കോളം അന്വേഷിക്കേണ്ടി വരും. ആസ്വദിച്ചാൽ മരിക്കണതിന് മുമ്പ് ആസ്വദിക്കുക തന്നെ. എന്നതിനർത്ഥം പഠിക്കണ്ടെന്നല്ല, ഒക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. ദീനിനെ ആസ്വദിക്കണം. ദീൻ ശരിക്കും ആസ്വദിക്കാനുള്ളതാണ്. ദീൻ ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയണം. ജീവിതത്തിൽ ഒരു കളങ്കവും ഇല്ലാത്ത ഏക മനുഷ്യൻ മുഹമ്മദ് നബി മാത്രമാണ് സല്ലല്ലാഹു. 63 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും തിരിച്ചെടുക്കേണ്ട ഒരു വാക്ക് പോലും പുണ്യനബി പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു. ഞാനാ പറഞ്ഞത് അറിയാതെ വന്നു പോയതാണ്, നിങ്ങൾ ക്ഷമിച്ചാളി എന്ന് പറയേണ്ടി വന്നിട്ടില്ല. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരുന്ന മൊത്തം വർത്താനം എടുത്താൽ അധികം പൊരുത്തപ്പെടിക്കാനുള്ളത് ഈ കാര്യം 1 2 മുങ്കർ നക്കീറിന് റഖീബത്തിയതിനെ എഴുതാൻ പറ്റിയതുണ്ടാവും. ബാക്കിയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് വെട്ടിക്കിട്ടിയെങ്കിൽ എന്ന് തോന്നും. ആ കോലത്തിലാണ് പറയാം. 63 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും വെട്ടേണ്ട ഒരു വാക്കും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. നാം ഉണ്ടായിരുന്നിക്കാണോ? അല്ല, വർത്താനം പറഞ്ഞിട്ട് തന്നെയാണ് എല്ലാവരെയും പോലെ. സംസാരം കുറവായിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ സംസാരിക്കാതിരുന്നിട്ടില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുന്ന ആളായിരുന്നു. പക്ഷെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖിനെ പഠിക്കണം ത്വാഹ നബി.